അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മനുഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ സ്വൈര്യക്കേടുണ്ടാക്കുന്ന ഒരു സ്വഭാവമാണ് അസൂയ എന്നുള്ളത്. ഖുർആനിൽ പറഞ്ഞത് പ്രകാരം അസൂയ വെക്കുന്നത് നാട്ടുകാരൊന്നുമല്ല, നാട്ടുകാരെക്കാൾ മുന്നിൽ അസൂയ വെക്കുന്നതില്ലത് സ്വന്തം കൂടെപ്പിറപ്പാണ്. എല്ലാവരുമല്ല കേട്ടോ. അതാണ് പണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു സ്വപ്നം കണ്ടപ്പോൾ ആ സ്വപ്നത്തെ പോയി യാക്കൂബ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞപ്പോൾ യാക്കൂബ് നബി പറഞ്ഞു, യൂസുഫെ, ഈ ഒരു സ്വപ്നത്തെ കുറിച്ച് നിന്റെ കൂടപ്പറപ്പുകളോട് പറയരുത്. യൂസുഫ് നബി അലൈഹി സ്വലാം പാവം കുട്ടിയായിരുന്നു. ഇതൊന്നും അറിയാതെ യൂസുഫ് നബി പോയി തന്റെ കൂടപ്പറപ്പിനോട് പറഞ്ഞു. അവസാനം അവർ യൂസുഫ് നബിയെ പൊട്ടിക്കിണറ്റിലിട്ട് കൊല്ലാൻ നോക്കി. അസൂയ എന്നുള്ളത് അത്രമാത്രം ഒരു ദുഷിച്ച സ്വഭാവമാണ്. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, ഇയ്യാക വൽ ഹസദ്, നീ അസൂയയെ സൂക്ഷിക്കുക. കാരണം ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാത് കമാ തഅകുലുൻ നാറ അൽ ഹതബ. കാരണം അസൂയ എന്നുള്ള സ്വഭാവം അത് നീ ചെയ്ത നന്മയെ തിന്നുകളയും. തീ എങ്ങനെയാണ് വിറക് കഷ്ണത്തെ നശിപ്പിക്കുന്നത്, അപ്രകാരം നിന്റെ നന്മയെ തിന്നുകളയുന്ന ഒരു സ്വഭാവമാണ് അസൂയ എന്നുള്ളത്. നമ്മുടെ മനസ്സിൽ അസൂയ എന്നുള്ള ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാ നിസ്കാരത്തിന് ശേഷവും 3 പ്രാവശ്യം അലം നശ്റഹ് ലക സദ്റക എന്നുള്ള സൂറത്ത് ഓതിയിട്ട് നെഞ്ഞിലേക്ക് ഊതുക. ഇൻഷാ അല്ലാഹ് അസൂയ നമ്മളിൽ നിന്ന് ഒഴിവാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.